പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന യോക്ക് നെക്ക് ഡിസൈനാണ് ഞാൻ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഒരു കുർത്തിയുടെ ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഇതുപോലത്തെ ഒരു പേപ്പർ ക്യാൻവാസ് ആണ്. ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് 18 ഇഞ്ചും അതുപോലെ ഇതിൻ്റെ വിഡ്ത്ത് വരുന്നത് 13 ഇഞ്ചുമാണ്. ഇതുപോലെ നടുവിലേക്ക് കൂടി മടക്കിയിട്ട് ഇതിൽ മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്യാം. ആദ്യം നെക്ക് വിഡ്ത്ത് ഞാൻ 3.5 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ താഴത്തോട്ടേക്ക് നെക്കിൻ്റെ ഡെപ്ത്ത് ഞാൻ 6.5 ഇഞ്ചാണ് എടുക്കുന്നത്. അതും ഞാൻ ഇതുപോലെ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആ 2 പോയിൻറ്റും കൂടി ഒന്ന് യോജിപ്പിച്ചിട്ട് നമുക്കൊരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ വരച്ചെടുക്കാം. എന്നിട്ട് ഞാൻ ഇവിടെ ഒരു കേർവ്ഡ് വി ഷേപ്പാണ് കൊടുക്കുന്നത്. അത് ഫ്രഞ്ച് സ്കെയിൽ വെച്ചിട്ടൊന്ന് വരച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഇവിടുന്ന് റൈറ്റിലോട്ടേക്ക് ഒരു 2 ഇഞ്ചിലൊരു മാർക്കിംഗ് കൊടുക്കാം. എന്നിട്ട് അവിടുന്ന് താഴത്തോട്ടേക്ക് നമുക്കൊരു ലൈൻ വരച്ചു കൊടുക്കാം. താഴത്തോട്ടേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് 16 ഇഞ്ച് ലെങ്ത്താണ്. അതും കൂടി ഇതവിടെ മാർക്ക് ചെയ്തിട്ട് നമുക്ക് ആ 2 പോയിൻറ്റും കൂടി ഒന്ന് യോജിപ്പിക്കാം. അതിന് ശേഷം ഞാൻ ഇതുപോലൊരു ഷേപ്പാണ് വരച്ചു കൊടുക്കുന്നത്. ആ ഷേപ്പ് നമുക്ക് കൈവച്ചിട്ടോ അല്ലെങ്കിൽ ഫ്രഞ്ച് സ്കെയിൽ വെച്ചിട്ടോ ഒന്ന് സ്മൂത്തായിട്ട് വരച്ചെടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് നമ്മൾ ഈ വരച്ചിരിക്കുന്ന ലൈനിലേക്ക് കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അത് ഞാൻ ആ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള ഒരു പീസ് ക്ലോത്ത് എടുത്തിട്ടുണ്ട്. ഇതിന് 14 ഇഞ്ച് വീതിയും അതുപോലെ താഴത്തോട്ടേക്ക് 18.5 ഇഞ്ച് നീളവുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ ക്ലോത്തിൻ്റെ ബാക്ക് സൈഡിൽ നമുക്കിപ്പം കട്ട് ചെയ്ത് വെച്ച ക്യാൻവാസ് ഒന്ന് നന്നായിട്ട് അയൺ ചെയ്തിട്ട് നമുക്ക് ഒട്ടിച്ചെടുക്കാം. ഒട്ടിച്ചെടുത്തതിന് ശേഷം സൈഡിൽ ഏകദേശം 1 ഇഞ്ചോളം ബാക്കി വെച്ചിട്ട് ബാക്കി ഭാഗം ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ആ 1 ഇഞ്ച് ഞാൻ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അതിന് ശേഷം ആ ഭാഗം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒരു ഗം വെച്ചിട്ട് ഈ സൈഡിലെ ഈ ഭാഗം ഉണ്ടല്ലോ അതൊന്ന് ഉള്ളിലേക്ക് മടക്കി വെച്ച് കൊടുക്കാം. അല്ലെങ്കിൽ ഇതുപോലെ വെച്ചിട്ട് മടക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്താലും മതി. പിന്നെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് ആ സ്റ്റിച്ച് നമ്മൾ അഴിച്ചു മാറ്റേണ്ടി വരും. അതിനേക്കാളും എളുപ്പം ഇതാണ്. ഇതുപോലെ ഗം വെച്ചിട്ട് ഒന്ന് നമുക്ക് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഞാനത് നന്നായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കുർത്തിയുടെ ഫ്രണ്ട് പോർഷനിൽ ഈ പീസ് അറ്റാച്ച് ചെയ്യണം. അപ്പോൾ ഈ കുർത്തിയുടെ നല്ല വശം ഇതാണ്. ഇനി നമുക്കിതൊന്ന് തിരിച്ചു വെച്ചിട്ട് ഇതിൻ്റെ ബാക്ക് സൈഡ് ഇതുപോലെ വെച്ചിട്ട് അതിൻ്റെ ബാക്കിൽ നമ്മൾ റെഡിയാക്കി വെച്ച ക്ലോത്തിൻ്റെ നല്ല വശം വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ചിട്ട് ഞാൻ ഈ കാണിക്കുന്ന മാർക്കിങ്ങിൽ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനത് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ നെക്കിൻ്റെ പാർട്ടിൽ നമ്മൾ കൊടുത്ത സ്റ്റിച്ചിങ്ങിലൊന്നും തട്ടാതെ ബാക്കി ഭാഗം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് ആ സ്റ്റിച്ചിലൊന്നും തട്ടാതെ ഇതുപോലെ ചെറുതായിട്ടൊരു കട്ടിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ആ നെക്കിൻ്റെ ഭാഗം ഉണ്ടല്ലോ അത് തിരിച്ചപ്പുറത്തോട്ടേക്ക് ഇടാം. അതിന് വേണ്ടിയാണ് അങ്ങനെ നോച്ചിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതുപോലെ ചെയ്തതിന് ശേഷം ഞാനിത് തിരിച്ചൊന്ന് അപ്പുറത്തെ ഭാഗത്തോട്ടേക്ക് ഇടുന്നുണ്ട്. അപ്പോൾ കണ്ടില്ലേ, ഇതിൻ്റെ ഫ്രണ്ട് സൈഡിൽ നമുക്കിതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നെക്കൊക്കെ നല്ല നീറ്റാക്കി വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കുക. അതിന് ശേഷം നമുക്ക് ഞാൻ ഈ കാണിക്കുന്ന മാർക്കിങ്ങിൽ കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനത് കാണിച്ച ആ മാർക്കിങ്ങിൽ കൂടി ഞാൻ 2 സൈഡിലും ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഞാൻ ഒരു ഷോ ബട്ടൺ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഷോ ബട്ടണും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ ഇതൊരു ഫ്രോക്ക് കുർത്തിയായിട്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. ഈ കുർത്തിയുടെ ഫുൾ സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.